ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചീസാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സ്ലൈസ്ഡ് ചീസ്, നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ, ബർഗറിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലൈസ്ഡ് ചീസാണ് നമ്മളിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു 1/2 ലിറ്റർ പാലൊരു പാനിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുണ്ടല്ലോ, അത്രയും മതി. നല്ല തിളപ്പിച്ചെടുക്കരുത്. നമ്മൾ കൈ വെച്ച് തൊടുമ്പോഴൊന്നും നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ. നമ്മളിപ്പോൾ പാലൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചൂട് വേണമല്ലോ, ഒരു ചെറിയൊരു ചൂട്, ആ ഒരു ചൂട് മതി കേട്ടോ. അത്രയും ചൂടാക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വിനാഗിരി ചേർത്ത് നോക്കുക. അത് പാലിങ്ങനെ പിരിഞ്ഞ് വരണം. വെള്ളവും പാലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. ഇങ്ങനെ പനീർ പോലെ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും ശരിക്കും അങ്ങോട്ട് പിരിഞ്ഞിട്ട് വന്നിട്ടില്ല, വെള്ളം പോലെ ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പിരിഞ്ഞിട്ടുള്ളൂ. പിന്നെ 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തു. അങ്ങനെ ടോട്ടൽ 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ പിരിഞ്ഞിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പനീർ ഇത്ര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, കുറച്ച് ഹാർഡായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ വെള്ളവും ഈ ഒരു പനീറും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിങ്ങനെ ചെറിയ കണ്ണിയുള്ള അരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ അരിപ്പ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലിട്ടിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് കുറച്ചൊക്കെ വെള്ളം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അത്യാവശ്യം ഇതിന് വെള്ളമൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഉണ്ടായാൽ കുഴപ്പമില്ല എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഈ ഒരു അരിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അതിലേക്ക് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിലും കുറച്ചൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പാലിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് 2-3 ടീസ്പൂൺ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 ടീസ്പൂൺ ആയിരുന്നു ചേർത്ത്. അപ്പോൾ ഒരു തരിതരിപ്പ് പോലെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 3-4 ടീസ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തരി ഇല്ലാതെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മുടെ ആ ഒരു ചീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി മറ്റേ വെള്ളം നമുക്ക് ഒഴിവാക്കാം. ഇതിനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. എന്നിട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ക്രീം ചീസ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ജലാറ്റിനാണ് പിന്നെ നമുക്ക് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ജലാറ്റിന് ഒരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എന്ന് പറയുമ്പോൾ 10 ഗ്രാം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൈന ഗ്രാസ് ആണെങ്കിൽ ഒരു 8 ഗ്രാമൊക്കെ മതിയാവും. എന്നിട്ട് 1 കപ്പ് പാലെടുക്കുക. ആ 1 കപ്പ് പാലിൽ നിന്ന് 2-3 ടേബിൾ സ്പൂണ് പാൽ ആ ഒരു ജലാറ്റിനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കൂടെ പാൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആദ്യം 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്രീം ചീസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബാക്കി വരുന്ന പാലുണ്ടല്ലോ, അതിങ്ങനെ കുറേശ്ശെ ഈ ഒരു ക്രീം ചീസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ചിലപ്പോൾ ഒഴിച്ചാൽ ചിലപ്പോൾ അത് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട്, ഗ്യാസിലാണെങ്കിൽ സ്റ്റോവിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു സ്ട്രക്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചീസിന്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പാല് തിളക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ആ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽട്ടാവുന്ന വരെ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ചീസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയാലോ, ചെറിയൊരു ഉപ്പ് രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ 1/4 ടീസ്പൂൺ, അതിൽ കൂടി പോകരുത്, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടാവുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക.
അത്രയും മതി. പിന്നെ കൂടുതൽ തിളപ്പിച്ചെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് പിരിഞ്ഞു പോകും. ഓൾറെഡി നമ്മൾ പിരിപ്പിച്ചെടുത്തതല്ലേ, എങ്ങനെയല്ലേ ക്രീം ചീസ് ഉണ്ടാക്കി, അപ്പോൾ എന്തായാലും പിരിഞ്ഞു പോകും തിളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചൂടോടു കൂടെ തന്നെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഇത് മുഴുവനായിട്ട് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം വലിയ ട്രേ ആയതുകൊണ്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ട്രേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രേയിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പരന്നിട്ടുള്ള ട്രേ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതേ ഷേപ്പിൽ കിട്ടുമല്ലോ. ഞാൻ മുഴുവനായിട്ട് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു. പിന്നെ അത് വേറൊരു ബൗളിലേക്ക് ട്രേയിലേക്ക് മാറ്റാൻ മാത്രം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊരു 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 3 മണിക്കൂർ വെച്ച് സെറ്റാക്കിയതിന് ശേഷം കേട്ടോ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് ഏകദേശം ആ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിലാണല്ലോ ഈ ഒരു ചീസ് ഉണ്ടാവുക. ആ ഒരു വലുപ്പത്തിൽ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 9 സ്ലൈസ് ചീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആൾമോസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഓരോ സ്ലൈസായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് വെക്കുന്ന സ്ഥലത്തൊക്കെ ബട്ടർ തടവുന്നത് നല്ലതാണ് കേട്ടോ, പ്ലേറ്റിലാണെങ്കിലൊക്കെ. അപ്പോൾ ഇതുപോലത്തെ 9 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രെഡിലൊക്കെ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക, എന്നിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ ഓരോ സ്ലൈസ് ചീസ് കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടർ പേപ്പർ വെക്കുക. അങ്ങനെ ഓരോന്നിൻ്റെയും ഇടയിലായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അലുമിനിയം അല്ല ക്ലിം ഫിലിം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താലും മതി, ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഒട്ടി പിടിക്കണ വീട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഇതൊരു 2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലിട്ടാൽ താഴെ വെച്ചിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക്